നമുക്കിവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു കേർവ്ഡ് ലൈനിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിളിലെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിനെയാണ് നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സർക്കിളിൻ്റെ സെൻറ്ററും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. നമുക്കൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ സർക്കിളിൻ്റെ കോഡ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ ഈ കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോഡിനെയാണ് നമ്മൾ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഡയമീറ്ററിൻ്റെ ലെങ്ത്ത് എല്ലായ്പ്പോഴും റേഡിയസിൻ്റെ ലെങ്ത്തിന് 2 ടൈംസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡയമീറ്ററിനെ ലോങ്ങസ്റ്റ് കോഡ് എന്നും നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തിന്, അതായത് ഈ കേർവ്ഡ് ലൈനിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ ഈ സർക്കംഫറൻസിൽ 2 പോയിന്റ്സ് ഉണ്ട്. ഈ 2 പോയിന്റ്സിൻ്റെ ഇടയിലുള്ള ഈ ഒരു ചെറിയ ലെങ്ത്തിനെയാണ് നമ്മൾ സർക്കിളിൻ്റെ ആർക്ക് എന്ന് പറയുന്നത്. സോ നമുക്കൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിനൊരു കോഡ് വരച്ചിട്ടുണ്ട്. ഈ കോഡ് നമ്മുടെ കംപ്ലീറ്റ് സർക്കിളിൻ്റെ ഏരിയനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഓരോ പാർട്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് സർക്കിളിൻ്റെ സെഗ്മെൻ്റ് എന്ന്. അതായത് കോഡിൻ്റെയും ആർക്കിൻ്റെയും ഇടയിലുള്ള എൻക്ലോസ് ചെയ്യപ്പെട്ടുള്ള ഈ ഒരു ഏരിയനെയാണ് നമ്മൾ സർക്കിളിൻ്റെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ സെഗ്മെൻറ്റ് നമുക്ക് 2 സെഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഒരു ചെറിയ സെഗ്മെൻറ്റും ഉണ്ട്, ഒരു വലിയ സെഗ്മെൻറ്റും ഉണ്ട്. ഈ ചെറിയ സെഗ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മൈനർ സെഗ്മെൻറ്റ്. അതുപോലെ തന്നെ ഈ വലിയ സെഗ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മേജർ സെഗ്മെൻറ്റ് എന്നുള്ളത്. സോ ചെറിയ സെഗ്മെൻറ്റ് മൈനർ സെഗ്മെൻറ്റും വലിയ സെഗ്മെൻറ്റ് മേജർ സെഗ്മെൻറ്റും ആണ്. സോ നമുക്കൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നമ്മൾ 2 റേഡിയസസ് വരച്ചിട്ടുണ്ട്. ഈ 2 റേഡിയസിൻ്റെയും ഈ ഒരു ആർക്കിൻ്റെയും ഇടയിൽ എൻക്ലോസ് ചെയ്യപ്പെട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയനാണ് നമ്മൾ സർക്കിളിൻ്റെ സെക്ടർ എന്ന് പറയുന്നത്. അതായത് 2 റേഡിയസിനും ഒരു നമ്മുടെ ആർക്കിനും ഇടയിൽ എൻക്ലോസ് ചെയ്യപ്പെട്ടുള്ള ഏരിയനെയാണ് സർക്കിളിൻ്റെ സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ലൈൻസ്, ഒരു എക്സ്റ്റേണൽ പോയിന്റിന് സർക്കിളിനെ സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സർക്കിളിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ടാൻജൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അത് സർക്കിളിനെ ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമേ ഉള്ളൂ ടച്ച് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ സർക്കിളിനെ 2 പോയിന്റ്സിൽ നിന്ന് ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആണത്. ഈ ലൈൻ സെഗ്മെൻറ്റിന് പറഞ്ഞ പേരാണ് നമ്മൾ സീക്കൻ്റ് എന്ന്. സീക്കൻറ്റും ടാൻജൻറ്റും നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ചാൽ സീക്കൻറ്റ് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരുമ്പോൾ 2 പോയിന്റ്സിൽ സർക്കിളിനെ ടച്ച് ചെയ്യും. പക്ഷേ ടാൻജൻറ്റ് ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമേ ഉള്ളൂ സർക്കിളിനെ ടച്ച് ചെയ്യുള്ളൂ. സോ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു സർക്കിളാണ്, സർക്കിളിൻ്റെ ഒരു കോഡാണിത്. നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ഈ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പം ഈ പെർപെൻഡിക്കുലർ നമ്മൾ കോഡിനെ 2 ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാനുണ്ട്. സോ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ട്രയാങ്കിൾസ് ആണ്. എന്താണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേർട്ടെക്സും 3 സൈഡും ഉള്ള ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറിനെ പറഞ്ഞ പേരാണ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ നമുക്ക് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റത്തേത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ദെൻ വി ഹാവ് ഐസോസ്ലെസ് ട്രയാങ്കിൾ, ദെൻ വി ഹാവ് സ്കെലിൻ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 സൈഡ്സും അതുപോലെ തന്നെ 3 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിൽ 3 ആംഗിളിൻ്റെ വാല്യൂം 60 ഡിഗ്രി ആയിരിക്കും വരിക. ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത്തരം ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സ്കെലിൻ ട്രയാങ്കിളിലേക്ക് വരുമ്പം അവിടെ 3 സൈഡ്സും 3 ആംഗിൾസും അൺഈക്വൽ ആയിരിക്കും. അത്തരം ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സ്കെലിൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ഇവിടെ നമുക്ക് എ ബിയും എ സിയും ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലെസ് ട്രയാങ്കിൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈക്വൽ സൈഡ്സ് ഉണ്ടല്ലോ, ആ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി ആണ്, എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. എന്തുകൊണ്ടാണ്?
ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് നമുക്കൊരു എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നമ്മൾ ബി സി എന്നൊരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡിയിലേക്ക് നമ്മൾ വരയ്ക്കുകയാണ്. സോ ആംഗിൾ എ സി ഡി എന്നുള്ളത് ട്രയാങ്കിൾ എ ബി സിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ ആണല്ലോ. സോ ആംഗിൾ എ സി ഡി എന്നുള്ളത് ആംഗിൾ എ ബി സിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. സോ ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആംഗിൾ എ സി ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആയിരിക്കും. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. ആ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ വാല്യൂസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും.